ഹസീബ് എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകൻ സിനിമാ മേഖലയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അയാൾ വീണ് കിടക്കുമ്പോൾ 11 ലക്ഷം രൂപയാണ് അയാൾക്ക് ആശുപത്രിയിൽ അടയ്ക്കേണ്ടത്. ആലോചിച്ച് നോക്കണം, ഒരു വലിയ നിർമ്മാതാവാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 10 കോടിയോളം രൂപ മുടക്കിയിട്ട് അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച ഒരു 10-50,000 രൂപ വരെ തിരികെ കിട്ടാത്തൊരു സിനിമ ഹാപ്പി സർദാർ എന്ന് പറയുന്ന ജയറാമിൻ്റെ മകൻ്റെ സിനിമ. ആ ഒരു സിനിമ വീണതും ഇദ്ദേഹം വീണതും ഒരുമിച്ചായിരുന്നു. പിന്നീട് 10-11 ദിവസത്തോളം ഇദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം ആകുമ്പോഴാണ് ബില്ല് വന്നത്. 11 ലക്ഷം രൂപ. അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. വീടുകളെല്ലാം ജപ്തിയിലാണ്, അയാളുടെ സ്ഥാപനങ്ങളെല്ലാം ജപ്തി ഭീഷണിയിലാണ്. കാരണം 10 കോടി രൂപ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോളം ദുരന്തം പറയുന്നില്ല. ഏതായാലും വളരെ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇയാളുടെ സ്ഥിതി അറിഞ്ഞ് മമ്മൂക്ക നേരെ വരുന്നത്. മമ്മൂക്ക ആൻഡോ ജോസഫിനെയും ബാദുഷയെയും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് വരണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വരുന്നു. ഈ ആശുപത്രിയിലുള്ള 11 ലക്ഷം രൂപ അടച്ചിട്ട് ഹസീബിനെ തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലായിരുന്നു. അപ്പോഴും ഈ ജയറാം എന്ന് പറയുന്ന മാന്യ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാളുടെ ഒറ്റൊരു വാക്ക് വിശ്വസിച്ചു കൊണ്ടാണ് തൻ്റെ മകൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 10 കോടി രൂപയോളം ചെലവാക്കിയത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഹസീബ് എന്ന് പറയുന്ന നിർമ്മാതാവിനാണ് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റിയത്. കാരണം 10 കോടി രൂപയൊക്കെ മുടക്കാൻ മാത്രമുള്ള എന്ത് മാങ്ങാത്തൊലിയാണ് ആ ചെറുക്കനുള്ളത്? അത് നിങ്ങളൊന്ന് പറ. ഏതെങ്കിലും ഒരു സിനിമ ആ ചെറുക്കൻ്റെ ഓടിയിട്ടുണ്ടോ? ദുൽഖറിൻ്റെതോ അല്ലെങ്കിൽ പ്രണവിൻ്റെതോ ഇങ്ങനെയുള്ള ആൾക്കാരുടേതാണെങ്കിൽ കുഴപ്പമില്ല. ഈ ജയറാമിൻ്റെ മകൻ ഏതെങ്കിലും ഒരു സിനിമ അയാൾ ഓടിയിട്ടുണ്ടോ? അയാൾക്ക് 10 പൈസ പോലും എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവും കൊടുക്കൂല. ഇപ്പം ഏതെങ്കിലും ഒരു സിനിമ പയ്യനുണ്ടോ? അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സിനിമയിൽ ഈനിടക്ക് വന്നിട്ട് അതിൻ്റെ അഭിനയം കണ്ടിട്ട് ജനങ്ങൾ കൂവി ഒടുക്കുകയാണ് ചെയ്തത്. അതായത് ആ ചെറുക്കന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും മേഖലയിൽ പോകുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന് ഒരുപാട് എന്താ പറയുക സിനിമ കിട്ടിയിട്ടുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് സിനിമ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് മകന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷീലയുടെ മകൻ വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു നടനുണ്ടായിരുന്നു, പണ്ട് 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചാണ്. അയാൾ ഇവിടെ സൂപ്പർ സ്റ്റാർ ആകേണ്ടതല്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്ന നമ്മളെ നസീർ സാറിൻ്റെ മകൻ, അയാൾ സൂപ്പർ സ്റ്റാർ ആകേണ്ടത്. അവരൊന്നും ആയിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യവും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിവുമാണ്. ഏതായാലും ഈ കാളിദാസ് എന്ന് പറയുന്ന ആ ഒരു വിദ്വാൻ്റെ ചെറുപ്പകാലങ്ങളിലേക്ക് ഏതോ ഒരു പടം ഹിറ്റായിനി. അതല്ലാതെ അയാൾ വളർന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം പോലും ഹിറ്റായിട്ടില്ല. എന്നിട്ടും ഈ ജയറാമിനെ പോലെയുള്ള ആൾക്കാരുടെ വാക്ക് ഹസീബ് കേട്ടത് എന്തുകൊണ്ടാ? നാളെ ജയറാം എനിക്കൊരു ഡേറ്റ് തന്നാലോ? ആട് പുലിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്തത് കണ്ണൻ താമരക്കുളവും നിർമ്മാണം ഹസീബുമാണ്. ഏതായാലും അതുപോലൊരു സിനിമ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ കടങ്ങൾ വീട്ടുമല്ലോ എന്നാണ് ഇയാൾ വിചാരിച്ചത്. പക്ഷേ ഇയാൾ ചെയ്തത് ഭൂലോക മണ്ടത്തരമാണ്. അതുവരെ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ കുടുംബസ്വത്തും സകലതും നശിച്ചു പോയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഇനി തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. ഇനി അദ്ദേഹത്തിന് സിനിമ നിർമ്മാണമോ അല്ലെങ്കിൽ വേറെ ഒന്നും കഴിയില്ല. കാരണം അത്രയും സാമ്പത്തികമായിട്ട് തകർന്നു പോയ ഒരു മനുഷ്യൻ പിന്നീട് തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്. ഇതെന്ന് പറഞ്ഞൊരു വലിയ തകർച്ചയാണ്. ഒരു വലിയ നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് പതിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതുപോലുള്ള ഒരു അവസ്ഥയാണ് ജയറാമിൻ്റെ വാക്കും കേട്ടിട്ട് ഇയാൾ ചെയ്തത്. ഏതായാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അയാൾ ആ ഒരു ആശുപത്രി ബില്ലിൽ നിന്നും എങ്കിലും രക്ഷപ്പെട്ടിട്ട് വീട്ടിലിരിക്കുന്നത്. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുപോലെയുള്ള സിനിമാക്കാരെ ഒരു തരത്തിലും വിശ്വസിക്കരുത്. അതുമാത്രവുമല്ല, ഇയാളോടൊരു കഥ പറയാൻ വേണ്ടിയിട്ട് പോയി ജയറാമിനോട്. അന്ന് ജയറാം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡേറ്റ് ഇല്ല, ഇപ്പോഴും എനിക്ക് കുറച്ച് തിരക്കാണ്. ഒരു തിരക്കുമില്ല. കാരണം ജയറാമിന് കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ്റെ പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ 10 പൈസ കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവനൊരു 5 പടം ചെയ്തു കൊടുക്കേണ്ടി വരും പടന്ന്. എന്ന് വെച്ചാൽ 2 കോടിയെങ്കിലും പ്രതിഫലം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ 10 കോടി. ആ 10 കോടിക്ക് വേണ്ടിയിട്ട് ഇവനൊരു 5 പടമെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു മൈൻഡ് ജയറാമിന് വന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഏതായാലും ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്വാർത്ഥം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം സ്വാർത്ഥനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 10 പൈസ കൊടുക്കത്തില്ല, ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. ജയറാം മാത്രമല്ല, ജയറാമിനെ പോലെയുള്ള സ്വാർത്ഥന്മാർ വേറെയുണ്ട്. അതായത് ഇപ്പം മറ്റേ ഉണ്ടല്ലോ, എന്നാ സൂര്യ ജയ് സൂര്യ മനസ്സിലായി. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. കരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ണീര് വാർക്കും. പക്ഷേ ഒരാൾക്ക് പോലും ഒരു സഹായം പോലും ഇങ്ങനെ കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒരിക്കലും സഹായിക്കാൻ പോകരുത്.
ഇദ്ദേഹത്തിൻ്റെ പണ്ടത്തെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജയറാമിൻ്റെ, അതായത് പൈസ വാങ്ങിച്ച് അത് പേയ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും ഇവിടെ ചിലവാകത്തില്ല, ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോലും ഇവിടെ ചിലവാകത്തില്ല. കാരണം ഇദ്ദേഹത്തിന് മലയാളികളുടെ അടുത്താണ്, മലയാളികളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെങ്കിലും ഇദ്ദേഹത്തിന് കൂടുതൽ കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം പച്ച തമിഴാണ്, അതുപോലെ തന്നെ അമ്മ ഇന്ന സ്ഥലത്തുകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചാലയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചച്ഛനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വാചാലനാവും. അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഭയങ്കരമായിട്ട് സുഖിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഈ ജയറാം എന്ന് പറഞ്ഞാൽ. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നൈറ്റേ നിൽക്കത്തുള്ളൂ, അല്ലാതെ അയാൾ വേറെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഹസീബിനെ പോലെയുള്ള ആൾക്കാർ പെട്ടു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഹസീബ് ഏതൊരു 2-3 സിനിമ നിർമ്മിച്ചിട്ട് ഇവൻ്റെ ജയറാമിൻ്റെ, അതുകൊണ്ടാണ് ജയറാമു പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടിപ്പോയി പൈസ കൊടുത്തത് 10 കോടി രൂപ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ പൈസ, കുടുംബ സ്വത്തൊന്നുമല്ല. അയാൾക്ക് ജ്വല്ലറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ടായിരുന്നു, സിനിമാ നിർമ്മാണം ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ സിനിമ സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഉഷയുടെ സഹോദരൻ, അതായത് ഉഷ ഹസീന എന്ന് പറയുന്ന ആ ഒരു നടിയുടെ സഹോദരൻ എന്നതിലുപരി സിനിമാക്കാർക്ക് ഹസീബിനെ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവായിട്ടും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ട ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബിസിനസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ സംസാരിക്കാൻ ഏൽപ്പിക്കുന്നത് ഈ ഹസീബിനെയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്രത്തോളം സിനിമയെ അടുത്തറിയുന്ന, അല്ലെങ്കിൽ സിനിമാ ബന്ധങ്ങളെ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ സിനിമയുടെ ബിസിനസ്സുകൾ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഈ ഹസീബ് ഈ ഒരു പടം ഏറ്റെടുത്തത്. അപ്പോഴും അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ജയറാം കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം തെറ്റിച്ചു ജയറാം. കാരണം അയാൾ എന്താ പറഞ്ഞറിയാം, അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഹസീബെ, നീ വീണതൊന്നും ഞാൻ അറിഞ്ഞില്ല, അതുപോലെ തന്നെ എല്ലാം പടച്ചോൻ തരും, പടച്ചോൻ ഇതാണോ പണി, ദൈവത്തിന് ഇതാണോ പണി? ദൈവത്തിന് സിനിമയെടുത്ത് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നിരത്തി കൊടുക്കലാണോ ദൈവത്തിൻ്റെ പണി? അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിർമ്മാതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വെള്ളം മുരളീൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചങ്ങായില്ലേ വേറൊരു തന്നെ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം, അതൊക്കെ അവരൊക്കെ ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീഴ്ച വീണിട്ട് അവിടെ ഇരിക്കുന്നവരാണ്. അതായത് ഉള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ പോയിട്ട് ഇരിക്കുന്നവരാണ്. എന്തിനാ ഇങ്ങനെ വല്ലവൻ്റെയും വായിൽ കൊണ്ടുപോയിട്ട് അണ്ണാക്കിൽ കൊണ്ടുപോയിട്ട് തള്ളി കൊടുക്കുന്നത്? ഈ ജയറാമിൻ്റെ മകന് വേണ്ടിയിട്ട് ഇദ്ദേഹം 10 കോടി ഉറുപ്പ്യ മുടക്കിയപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് ജയറാമിൻ്റെ ഒരു 5 ഡേറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഒരിക്കലും കിട്ടത്തില്ല മക്കളെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലെയുള്ള പല നിർമ്മാതാക്കളുടെ കണ്ണീരും അങ്ങേരൊക്കെ കണ്ടിട്ടുണ്ടാകും. എല്ലാ പടമൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു നന്ദിയില്ലാത്ത ഒരാൾ എന്ന നിലയിൽ ജയറാം ഇപ്പോഴിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല വിമർശനങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ജയറാം വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പാർവതിക്ക് വരെ, അതായത് മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്നേഹിച്ച പാർവതിക്ക് വരെ എന്ന് പറഞ്ഞാൽ ഇതൊരു അപമാനം തന്നെയാണ് ഈ ജയറാമിൻ്റെ ഈ പ്രവൃത്തി. ഇദ്ദേഹം കണ്ണനോട് പറയുന്ന കാര്യമുണ്ട്, എന്തൊരു എളിമയാടോ അത്, എന്തിനാ വോയിസൊക്കെ പുറത്തു വിടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മോനെ കണ്ണാ, അങ്കിളത് ഏറ്റെടുത്തത് മോൻ്റെ അങ്കിൾ അച്ഛൻ പറഞ്ഞുകൊണ്ടാട്ടാ. ഈ അച്ഛനെ എന്നിട്ട് എന്തോ ഒലക്കിയ ചെയ്തത് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 2 കോടി രൂപ ഇല്ലെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കും, ഒരു സിനിമേൻ്റെ ഡേറ്റ് കൊടുത്തിട്ട് പറയുക, നീ ഒരു കഥയും കൊണ്ടുപോകാൻ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാം എന്ന് പറയുന്നതിലെ ഒരു മാന്യത, അതുപോലും പക്ഷേ ജയറാം എന്ന് പറയുന്ന അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹസീബ് എന്ന് പറയുന്നവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹസീബിനെ പോലെയുള്ള നിർമ്മാതാക്കളോട് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിക്കുക. ഇവനെയൊന്നും ഒരിക്കലും നമ്പണ്ട മക്കളെ, കാരണം നിങ്ങൾക്കൊന്നും ചെയ്തു തരില്ല.